നമ്മൾ ഈ കുറച്ചും കൂടെയൊക്കെ വ്യത്യാസം വരും. ഇപ്പം അങ്ങനെ വരുത്താൻ സാറിന് ജഗദീശ്വരൻ ആ ഒരു പ്രചോദനം കൊടുക്കട്ടെ എന്നാണ് എൻ്റെ മനസ്സിപ്പം പറയുന്നത്. അപ്പം ഇനിയും 2-3 പേര് പറയാനുണ്ട്. അത് ഞാനിത് നോട്ട് ചെയ്തില്ല, ഇന്നത്തെ ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. അപ്പം സംസാരശേഷി, സർഗാത്മകത, അപകർഷതാ ബോധം, വേറെ 1-2 ഉണ്ട്. അത് വാട്സപ്പ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം അവർ രണ്ടുപേരും വിശദമായിട്ട് സംസാരിക്കും. നമുക്ക് അതും കേട്ടിരിക്കാം. അപ്പോൾ ഇന്ന് പഠിച്ചുകൊണ്ട് വന്നവരെല്ലാം നല്ല രീതിയിലൂടെ പ്രസൻറ്റ് ചെയ്തു. അപ്പം ആ പ്രസൻറ്റ് അവരുടെ ഭാവി ജീവിതത്തിൽ ഇതിലും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് ജഗദീശൻ അവർക്ക് കൊടുക്കട്ടെ. അത് കണക്ക് ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ച നല്ലവരായ ഈ കേൾവിക്കാർക്കും ഈ സംഘടിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചിന്തിക്കുകയും അതുപോലെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ കൂടി വീഡിയോകളും അതുപോലെ റെക്കോർഡായിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ ആപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു അധ്യാപകന് എത്രമാത്രം സർഗാത്മകത വേണം, അല്ലെങ്കിൽ ഈ സർഗാത്മകത ഇല്ലെങ്കിൽ ഈ ഒരു നൂതനമായിട്ടുള്ള കാലഘട്ടത്തിൽ നിന്ന് വഴുതിപ്പോകുമോ എന്നുള്ളത് ഓരോ അധ്യാപകരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു ഉദാഹരണം പറയാം. ഒരു ചരിത്ര ക്ലാസ്, ആ ചരിത്ര ക്ലാസ്സിലെ ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരികയാണ്. പൊതുവെ ചരിത്ര ക്ലാസ്സുകൾ കുട്ടികൾക്ക് പൊതുവെ താല്പര്യക്കുറവുള്ള ഒരു വിഷയമാണ്, പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷം വരുന്ന ക്ലാസ്സുകളാകുമ്പോൾ. അധ്യാപകൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ 20-ാം നൂറ്റാണ്ടിൽ ഏതെങ്കിലും ഒരു സംഭവത്തെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുകയാണെങ്കിൽ ഏത് സംഭവമായിരിക്കും നിങ്ങൾ മാറ്റുക? അപ്പോൾ കുട്ടികൾ അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു, ഞങ്ങൾ ഗാന്ധിജി വധത്തെ ഞങ്ങൾ ഒഴിവാക്കുമായിരുന്നു. ചിലർ പറഞ്ഞു, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ ഇല്ലാതാക്കുമായിരുന്നു. അങ്ങനെ ഓരോരുത്തർ 20-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളെയും അവിടെ ചർച്ച ചെയ്യുകയാണ്. അവസാനം കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇനി ടീച്ചറായിരുന്നുവെങ്കിൽ എന്തായിരിക്കും മാറ്റുക? അപ്പോൾ ഞാൻ മാറ്റുകയാണെങ്കിൽ, ടീച്ചർ പറയുകയാണ്, ഒരു ചെറിയ കാര്യം മാത്രമാണ് എനിക്ക് മാറ്റേണ്ടതുള്ളൂ. ഒരു രാജ്യം, ആസ്ട്രിയ എന്ന് പറയുന്ന ഒരു രാജ്യം, അവിടെ ഒരു ഫൈൻ ആർട്സ് അക്കാദമിയാണ് വിയന്ന ഫൈൻ ആർട്സ് അക്കാദമി. അവിടെയുള്ള സെലക്ഷൻ്റെ ക്രൈറ്റീരിയ ഞാൻ മാറ്റി എഴുതും. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഇത്രയും ചെറിയ ഒരു കാര്യമാണോ 20-ാം നൂറ്റാണ്ടിൽ മാറ്റാനുള്ളത്? അപ്പോൾ അധ്യാപകൻ വിശദീകരിക്കുകയാണ്, ഞാനത് മാറ്റുകയാണെങ്കിൽ, അതായത് ആ ആസ്ട്രിയയിലുള്ള ഒരു 16 വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടി വിയന്ന ഫൈൻ ആർട്സ് അക്കാദമിയിലേക്ക് അഡ്മിഷന് വേണ്ടി അദ്ദേഹം എൻട്രൻസ് എഴുതുകയാണ്. ആദ്യം എഴുതി, അത് റിജക്റ്റായി. അങ്ങനെ ഒരു വർഷം വളരെ കഠിനമായിട്ട് പരിശ്രമിക്കുകയാണ് അതിൻ്റെ എൻട്രൻസിൽ പാസ്സാവുന്നതിന് വേണ്ടി. അങ്ങനെ പരിശ്രമിച്ച് 2ാമതും എഴുതി, അതിലും ആ കുട്ടി റിജക്റ്റായി. അതിൽ വളരെയധികം വിഷമമുണ്ടായി, അദ്ദേഹം ഡിപ്രസ്ഡായി. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും മരണപ്പെടുകയാണ്. പിന്നെ ക്രൂരനായിട്ടുള്ള അച്ഛൻ്റെ പീഡനവും ഒക്കെ ആയി ആ കുട്ടി അവിടെ നിന്നും നാടുവിടുകയാണ്. അങ്ങനെ അടുത്ത നാട്ടിൽ പോകുന്നു, അവിടെ ഒരു സൈന്യത്തിൽ ചേരുകയാണ്. ആ സൈന്യത്തിൽ ചേർന്നതിൻ്റെ ഭാഗമായി ഒരു ജയിലിൽ അകപ്പെടുകയാണ്. അവിടെ ഇരുന്ന് ആ കുട്ടി ഒരു പുസ്തകം എഴുതുന്നു. അങ്ങനെ ജയിലിൽ നിന്നും പുറത്തിറങ്ങി
ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങളെ ആവിഷ്കരിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയാണ്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ആ രാഷ്ട്രത്തിൻ്റെ നേതാവാകുകയാണ്. അങ്ങനെ രാഷ്ട്രത്തലവനായി. ആ രാഷ്ട്രത്തലവനായിട്ടുള്ള അദ്ദേഹം ഒരു യുദ്ധം കൊണ്ടുവരികയാണ്. ആ യുദ്ധത്തിൽ 8 കോടിയോളം ജനങ്ങൾ അവിടെ വധിക്കപ്പെടുകയാണ്. ആ ഒരൊറ്റ യുദ്ധം കൊണ്ട് തന്നെ അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിക്കുകയാണ്. അതുപോലെ അതിനുശേഷം യുണൈറ്റഡ് നേഷൻസ് വരുന്നു, കോൾഡ് വാർ വരുന്നു. 20-ാം നൂറ്റാണ്ടിനെ തന്നെ മാറ്റിമറിച്ച ആ ഒരു സംഭവം, ആ ഒരു 16 വയസ്സുകാരൻ്റെ വിയന്ന ഫൈൻ ആർട്സ് അക്കാദമിയിൽ ചേരാൻ കഴിയാത്തത് കൊണ്ടുണ്ടായ ഒരു കാരണമെന്ന് അധ്യാപകൻ പറഞ്ഞു. ആ വിദ്യാർത്ഥിയാണ്, ആ കുട്ടിയാണ് അഡോൾഫ് ഹിറ്റ്ലർ. അപ്പോൾ ഈ ഒരു ചിന്ത ഇത് ഒരു AI-ക്കും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഇങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്നാണ് ഞാനിവിടെ ഈ ക്രിയേറ്റിവിറ്റി, അധ്യാപകൻ്റെ ക്രിയേറ്റിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നൂതനമായിട്ടുള്ള ഒരു ആശയമായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ അതിനൂതനമായിട്ടുള്ള ഒരു ഉൽപ്പന്നമായിരിക്കാം. ഇത്തരത്തിലുള്ള അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ ക്രിയേറ്റിവിറ്റിക്കുള്ള ഒരു പ്രധാനത എന്ന് പറയുന്നത് ജിജ്ഞാസയാണ്, ക്യൂരിയോസിറ്റി. ഈ ക്യൂരിയോസിറ്റിക്കുള്ള ഒരു സംഭവം പറയാം. ഇന്ന് എല്ലാവർക്കും ഉള്ള ഒരു അസുഖമാണ് പ്രമേഹം, ഷുഗർ എന്ന് പറയുന്നത്. ഈ ഷുഗറിൻ്റെ കണ്ടുപിടുത്തം, അത് കണ്ടുപിടിക്കുന്ന ആ ഒരു ചരിത്രം ഇപ്പോൾ അടുത്താണ് ഞാൻ വായിക്കാനിടയായത്. അതിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത്തരത്തിൽ അസുഖം വരുന്ന, ഷുഗറായിട്ട് വരുന്ന ആളുകൾ, അപ്പോൾ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ആ ഒരു രോഗിയുടെ മൂത്രം ചൂടാക്കുകയാണ്. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പരല്, അതായത് ഒരു കെമിക്കലായിട്ടുള്ള ഒരു വെള്ള സാധനം വരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയത് അത് ഉപ്പാണ് എന്നാണ്. അങ്ങനെ കുറേ കാലം ഇത് ഉപ്പാണ് എന്നാണ് ധരിച്ചിരുന്നത്. അപ്പോൾ ഒരു വിദ്വാൻ എന്ത് ചെയ്തു, അതൊന്ന് നാവിൽ വെച്ച് നോക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്ത്, അത് ഉപ്പല്ല, അത് പഞ്ചസാരയാണ്. ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് അവിടെ അത് ഈ ഷുഗർ എന്താണ്, അതായത് ആ ഒരു അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ജിജ്ഞാസയിലൂടെ വരാം. അതുപോലെ ഇന്ന് കാലഘട്ടത്തിൽ ഈ സ്മാർട്ട് ഫോണുകൾ നമുക്കൊരുപാട് ഉപകാരങ്ങളാണ്. പക്ഷേ ഈ സ്മാർട്ട് ഫോണുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെറിയ കണക്കുകൂട്ടലുകൾക്ക് പോലും നമ്മൾ ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു. അതുപോലെ റിമൈൻഡറിന് നമ്മളെന്ത് ചെയ്യുന്നു, റിമൈൻഡറുകൾ വയ്ക്കുന്നു. അതുപോലെ അലാറം വെച്ചിട്ടാണ് നമ്മൾ എണീക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അതേപോലെ GPS മാപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മൾ മണ്ടന്മാരായി പോകുന്നുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി നമ്മളെപ്പോഴും ശ്രമിക്കുക എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ക്രിയേറ്റീവ് ആകാം? അതിന് ഒരുപാട് ടെക്നിക്കുകൾ പറയുന്നുണ്ട്. ഇനിയും ധാരാളം പേർ ഇവിടെ സംസാരിക്കാനുണ്ട്. അപ്പോൾ അതിന് പറയുന്ന ചില ടെക്നിക്കുകൾ, അതിൽ ഒന്ന് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. പിന്നെ അതുപോലെ ചില വേർഡുകൾ കേട്ടോളൂ, മൈൻഡ് മാപ്പിംഗ്, അതുപോലെ ബ്രെയിൻ ബേഴ്സ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള നമ്മുടെ അനുഭവങ്ങൾ, അതുപോലെ യാത്രകൾ, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ എല്ലാം വർദ്ധിപ്പിക്കാൻ നാം ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സർഗാത്മകതയും അതുപോലെ നമ്മുടെ സർഗാത്മകമായി ചിന്തിക്കുന്ന, അതായത് ഡീവിയേറ്റായിട്ട് ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവുകളും വളർത്താൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടിയും ഇത് ഒരു ടെക്നിക്കായിട്ട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ എപ്പോഴും സാധാരണയായി കാണുന്ന ഒരു വസ്തു, ഫോർ എക്സാമ്പിൾ ഒരു പേന. ഈ ഒരു പേന നമ്മൾ സാധാരണ എഴുതാനാണ് ഉപയോഗിക്കുക. അതിന് പകരം നമ്മൾ ചിന്തിക്കുന്നത് എഴുതാനല്ലാത്ത മറ്റു പല കാര്യങ്ങൾ, ഒരു വസ്തു കാണുമ്പോൾ അതല്ലാത്ത മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ പേന നമ്മൾ എഴുതാനല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരാളെ തോണ്ടാൻ ഉപയോഗിക്കാം, അതുപോലെ ചെവിയിലിട്ട് നമ്മൾ ഇതാക്കാൻ ഉപയോഗിക്കും. അങ്ങനെയുള്ള, അതായത് മൈക്ക് എന്തിനാണ്, മൈക്ക് ഒന്നിനല്ലാത്ത പലതരത്തിൽ. അപ്പോൾ ഓരോ സാധനങ്ങളെയും നമ്മൾ ആ തരത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ നമുക്കായി ചിന്തിക്കാൻ ഒരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയും എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയും ധാരാളം ആളുകൾ
ഇവിടെ സംസാരിക്കാറുണ്ട്. പിന്നെ ഈ ഒരു പരിപാടിക്ക്, ഈ സർഗാത്മകത എന്ന സെമിനാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ ശബ്ദം ശ്രവിച്ച ഈ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ വിഷയം വൈബ്രോ അതന്നെ സംസാരശേഷി. ഈ സംസാരശേഷി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ നടക്കുന്നത് സംസാരശേഷി കൂട്ടാനുള്ള ആയുധമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സംസാരശേഷിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിട പറഞ്ഞ ഒരുപാട് നേതാക്കന്മാരെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിറ്റ്ലർ മുതൽക്ക്, അതുപോലെ തന്നെ നമ്മളെ അമേരിക്കൻ പ്രസിഡൻറ്റ് ജോർജ് ഫെർണാണ്ടസ്, അതുപോലെ അബ്രഹാം ലിങ്കൻ, അവരൊക്കെ സംസാരശേഷി കൂടിയതുകൊണ്ടാണ് അവരെ ഇന്നും നമ്മൾ ഓർക്കുന്നത്. ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ആശയങ്ങളും നമ്മൾ സ്വീകരിക്കണില്ലെങ്കിലും അദ്ദേഹം ആ യുദ്ധകാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരവും അതിൻ്റെ ശേഷിയും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇന്നും ഇപ്പോൾ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണ ഇപ്പോൾ നമ്മളെ സമദാനി സാറ്, അതുപോലെ തന്നെ സുകുമാർ അഴീക്കോട്, ഇവരൊക്കെ സംസാരശേഷി കണ്ടാൽ നമുക്കറിയാം, അവരൊക്കെ എപ്പോഴും ഓർക്കും. എത്ര കാലം കഴിഞ്ഞാലും അത് നമ്മൾ എടുത്തു പറയുന്നുണ്ട്. ഈ ഓരോ ആളുകളും ഇന്ന് കാണുന്ന, അതുപോലെ തന്നെ നമ്മൾ പാട്ടുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സംസാരശേഷി ഉള്ള ആളായിരുന്നു മുഹമ്മദ് റാഫി. അദ്ദേഹം മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ ഒരുപാട് ഗായകന്മാർ, കിഷോർ കുമാർ, അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നും നിലനിൽക്കുന്ന ഗാന ഗന്ധർവൻ യേശുദാസ്, അദ്ദേഹത്തെ ഒക്കെ സംസാരശേഷി, നല്ല സംസാര വൈഭവം ഉള്ള ആളുകളാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ആളുകളെ എന്നും ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ കഴിവാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ നമ്മൾ നടന്നിട്ട് ഈ ക്ലാസ്സിൽ വന്നതുകൊണ്ട് എനിക്ക് തന്നെ ഒരുപാട് ശേഷി കൂടിയിട്ടുണ്ടോയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും എനിക്ക് സ്കൂളുണ്ട്, ആയിരക്കണക്കിന് കുട്ടികളുള്ള ബെഞ്ച് മാർക്ക് സ്കൂൾ മഞ്ചേരിയിലുണ്ട്. അവിടെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞ മുമ്പൊക്കെ മടിയായിരുന്നു. ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം അവിടെ ചെന്നപ്പോൾ 1000 കുട്ടികൾ, അതൊന്നൊരു പ്രശ്നമല്ല. ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് ഒരു 10-40 ആളാണെങ്കിൽ 4000 ആളാണെങ്കിലും നമ്മൾ തയ്യാറുണ്ടോ, നമുക്കൊരു ആഗ്രഹമുണ്ടോ, സംസാരിക്കാനുള്ള കഴിവ് താനെ വരും. അപ്പോൾ അതിന് നമുക്ക് വേണ്ടതെന്താ, കുറച്ച് വായന വേണം. ശരിക്കും നോക്കി വായിക്കുക. കുറഞ്ഞ സമയം വായിച്ചാൽ മതി. കുറച്ച് സമയം വായിക്കണം. ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയ സാറിൻ്റെ പുസ്തകങ്ങൾ, അതുപോലെ ഈ ചുമരിലൊക്കെ എഴുതി വെച്ചതാണ്. ഇതെല്ലാം നോക്കിയാൽ തന്നെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവ് നിന്ന് കിട്ടും. ഇങ്ങനെ സംസാരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതുപോലെ തന്നെ നമ്മൾ 2 ഭാഗം പറയണം. ഇന്നിപ്പോൾ ഓഫീസുകളിലൊക്കെ ചില സമയത്ത് ചെന്നാൽ, ബാങ്കിലൊക്കെ ചെന്നാൽ സ്ത്രീകൾ 10 മണിക്ക് വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. എന്താണ് അവരുടെ പ്രശ്നം ഒന്ന് അന്വേഷിക്കാൻ ആളില്ല. അപ്പോൾ ആരും അന്വേഷിക്കില്ല. ഒരു പിയൂണി എന്ന് അവരോട് ചോദിക്കും എന്തിനാ വന്ന്. ഇത് പറയാൻ അവർക്ക് മര്യാദയ്ക്ക് പറയാൻ കഴിയൂല, എഴുതി കൊടുക്കാൻ അറിയില്ല. ഇതൊക്കെ എന്താണ് അറിയുന്നത്, ഒന്നും സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ന് രാവിലെ ഒരു വോയിസ് ഇട്ട അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, നമ്മളൊക്കെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ മദ്രസയിൽ വല്ല പ്രസംഗിക്കാൻ എഴുതി കൊടുത്ത് പഠിപ്പിക്കാനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടാവും. അവരിപ്പോൾ നാളെ മറ്റന്നാളായിട്ടാണ് റബീഉൽ അവ്വൽ 12 ആ ക്ലാസ്സിൽ പോകുമ്പോൾ ഇവിടെ വന്നിട്ട്, ഇവിടെ ഫ്രീ ആണ്, കുട്ടികൾക്ക് ഇവിടെ ഫ്രീയാണ്. ഇവിടെ വന്നിട്ട് ഒന്ന് സ്റ്റേജ് കയറിയിട്ടുണ്ടെങ്കിൽ ഭയം പകുതി കുറയും. അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെയുള്ള അവസരങ്ങളെ കിട്ടിയാൽ അതൊക്കെ ഉപയോഗപ്പെടുത്തണമെന്നും, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സാറും പറഞ്ഞിരുന്നു, ഫ്രീ ആണ്, കുട്ടികൾക്ക് പ്രവേശനം ഫ്രീ ആണ്, ഒരു ചിലവുമില്ല, നിങ്ങൾക്ക് ഇവിടെ വരാം. അത് ഞാനും ഇന്ന് രാവിലെ പറഞ്ഞു. ആരോ അത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നുണ്ട്. പല ആളുകളും ഞാൻ പലരോടും വിളിച്ച് പറഞ്ഞു, ഇന്ന് നിങ്ങളെ കുട്ടികളെയും കൂട്ടിയിട്ട് വന്നോളി എന്ന്. നിങ്ങൾക്ക് ഈ മദ്രസയിൽ ഇപ്പോൾ നാളെയും മറ്റന്നാളെയൊക്കെ പരിപാടിയുണ്ട്. അപ്പോൾ ആ പരിപാടിയിൽ പോകുമ്പോൾ ആ കുട്ടീനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഏതൊരാളുകളും ഏതൊരു കുടുംബം എൻ്റെ കുട്ടി നന്നായി പ്രസംഗിക്കുകയാണെന്ന് എത്ര സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ ഏത് കുടുംബത്തിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ദിവസത്തിൽ ഇപ്പോൾ ഞങ്ങൾ സംഗമം നടത്തി. എൻ്റെ കുടുംബം 6000 ആളുകൾ കൂടിയിരുന്നു.
അതിൽ നിന്ന് സ്റ്റേജിൽ ഇതുപോലെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ആകെ ഞാനും വേറെ 3 ആളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ 6000 ആളിൽ എത്ര ആൾക്കാർ സംസാരിക്കാൻ വയ്ക്കുക, എത്ര ആൾക്കാർക്ക് സംസാര കഴിവുണ്ട്, ശേഷിയുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ മുന്നോട്ട് ഇപ്പോൾ നമ്മൾ ഏത് നിരക്ക് നോക്കുകയാണെങ്കിലും 1000കണക്കിന് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 10ഓ 20ഓ ആൾക്കേ ഈ കഴിവുള്ളൂ. അപ്പോൾ ഇത് ഈ കഴിവ് ആർജിച്ചെടുക്കാൻ നമുക്ക് ഇനിയുള്ള കാലത്ത് നമ്മൾ ഏത് വിഷയത്തിൽ എന്തിനു പോവുകയാണെങ്കിലും ഞാൻ ഒരു സ്കൂളിലെ പ്രസംഗം മാത്രമല്ല, കോടതിയിൽ നിന്ന് എന്നോട് ചോദിച്ചു, ഇതിൻ്റെ ഇടയിൽ വക്കീൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ട് ചോദിച്ചു. എനിക്ക് പറയാണ്ട് ഞാനവിടെ കയറി നിന്നിട്ട് നന്നായിട്ട് ഇതുപോലെ എൻ്റെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു. 2 ദിവസം കൊണ്ട് എനിക്ക് തീരുമാനം വന്നു, ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ നമ്മളൊരു വക്കീലിനെ വെച്ചിട്ട് ഒരു കൊല്ലം സംസാരിച്ചതിൻ്റെ ഗുണം ഞാൻ 1 ദിവസം 2 ദിവസം കൊണ്ട് കിട്ടും. അപ്പോൾ അതൊക്കെ എന്താ അറിയുന്നത്, സംസാരശേഷിയാണ്. നമുക്ക് സംസാരശേഷി ആവശ്യമാണ്. നമ്മളെ ആളുകൾക്ക്, നമ്മളെ കുട്ടികൾക്ക്, നാളെ നമ്മളെ വളർന്നു വരുന്ന കുട്ടികളെ നമ്മൾ ഇപ്പം തന്നെ ഇതുപോലത്തെ ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. നമുക്ക് കസാല വേണമെങ്കിൽ 10ഓ 20ഓ നമുക്ക് വാടക കൊണ്ടുവരാം. അപ്പോൾ കൊണ്ടുവരാൻ എല്ലാവരും താല്പര്യപ്പെടും. പ്രവേശനം ഫ്രീ ആണ്, എല്ലാം വളരെ സൗകര്യമുണ്ട്. ഇത്ര സൗകര്യമുള്ളൊരു സ്ഥലം കാണുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ സന്തോഷമാണ് വന്നത്. അതേ സ്ഥാനത്ത് എൻ്റെ കൂടെ വരുന്ന ആളുകൾ ഇത് കണ്ടിട്ട് അവർക്ക് ഭയം തോന്നുന്നുണ്ട് പറഞ്ഞു, സംസാരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. അല്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയുക, ഇത്ര നല്ല സൗകര്യം ഉണ്ടായിട്ട് നമ്മളെ ഈ ഇത്ര അടുത്ത് ഇപ്പോൾ സാറ് വന്നത്, ജയകുമാർ സാറിന്ന് വിളിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. നമ്മളെ പിന്നെ അജ്മൽ കാസർഗോഡ് നിന്നാണ് വരുന്നത്. എത്രയും അതിൻ്റെയൊക്കെ ദൂരം. ഇവിടെ ഇപ്പോൾ ഈ പരിസരത്തൊക്കെ ഒരുപാട് കുട്ടികൾക്ക് മദ്രസിലെ പരിപാടിയുണ്ട് പലതും. ഞാൻ എടുത്തെടുത്ത് പല നിലക്കും അവരോട് പറഞ്ഞു നോക്കിയിട്ട് അവർക്ക് മനസ്സിലാണ്ടേ. സോറി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ, നമുക്കിതൊരു അവസരമാണ്. ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ എൻ്റെ അവസരങ്ങൾ ഒരുപാട് മുമ്പ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, കുറേ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഖേദം എനിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനിപ്പോൾ തുടർച്ചയായിട്ട് ഇവിടെ എപ്പോൾ ഒഴിവുണ്ടോ, ഇവിടെ ക്ലാസ് ഉണ്ടോ ഞാൻ വരാൻ നോക്കും. അപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ പേരിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഒരുമാതിരി ക്ലാസ്സിനൊക്കെ നമ്മുടെ വരലുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഞാൻ സർവ്വശക്തനായ അള്ളാഹുവിനെ എപ്പോഴും സ്തുതിക്കുകയാണ്. ഇപ്പം ഏത് സദസ്സിനും നിങ്ങൾ എത്ര വലിയ സദസ്സിക്ക് എന്നെ വിളിച്ച് കൊണ്ടേ നിർത്തിക്കോളി. ഞാൻ അവിടെ വേണ്ട കാര്യം എനിക്കെന്താ പറയാനുള്ളത്, ഒരു ഭയം കൂടാതെ, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ലാതെ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ആ സംസാര ശേഷി ഈ ക്ലാസ്സിൽ വന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എത്ര ആളുകൾ ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ പലരും പറഞ്ഞുതരാം, ഇവിടുന്ന് പിന്നെ സംസാരിക്കാൻ കിട്ടുന്നില്ല, എന്താ ഇപ്പോൾ ഞാനവിടെ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയ ആളുകളുണ്ട്. അവർക്കൊക്കെ ഞാൻ ധൈര്യം കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു 5-6 ക്ലാസ്സിന് വരും, ഒരു 10 ക്ലാസ്സിന് വന്നാൽ കൃത്യമായിട്ട് സംസാരിക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഈ ഇതിനെപ്പറ്റി പറയാനുള്ളത്. സംസാര വൈഭവം എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറയുന്നു. ഈ വിഷയത്തിൽ സംസാരിക്കാൻ മറ്റ് നേതാക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഈ വാർഷിക പരിപാടിയിൽ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. ബ്രൈറ്റ് അക്കാദമിയുടെ ഈ വാർഷികത്തോടനുബന്ധിച്ച് നിരവധി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം, ഏകദേശം 15 വർഷത്തോളമായി ബ്രൈറ്റ് അക്കാദമി ഈ പ്രദേശത്തിൻ്റെ വഴിവിളക്കായി പ്രകാശിക്കുന്നു. നിരവധി വിദ്യാർത്ഥികളുടെ പഠനാവശ്യങ്ങളും മറ്റും ഏറ്റെടുത്ത് അവർക്ക് പ്രചോദനമായി അതിൻ്റെ സാരഥി ഫൈസൽ സാർ നമ്മുടെ കൂടെയുണ്ട്.
ഈ പൊതുപരിപാടിയിൽ അപകർഷതാബോധം എന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്താണ് അപകർഷതാബോധം? നേരത്തെ ഫൈസൽ സാർ സൂചിപ്പിച്ച പോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയക്കുന്നത് മരണഭയത്തെയല്ല, പ്രസംഗിക്കാനുള്ള പേടിയെയാണ്. അതുപോലെ തന്നെ മനുഷ്യരുടെ ആയുസ്സിൻ്റെ വലുപ്പം കുറയ്ക്കുന്നത് ഒരുപക്ഷെ അപകർഷതാബോധമായിരിക്കാം എന്നതാണ് പല കണ്ടെത്തലുകളും പറയുന്നത്. ഓസ്ട്രിയൻ ചിന്തകനായ എഴുത്തുകാരനായ ആൽബർട്ട് ആഡ്ലർ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ കുറിച്ച് വിശദമായ പഠന രേഖകൾ, പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അപകർഷതാബോധം എന്നത് തൻ്റെ കഴിവുകേടുകളെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠയാണ്. സ്വന്തം കഴിവുകൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് താൻ മോശക്കാരനാണ്, താൻ കഴിവുകെട്ടവനാണ് എന്ന ചിന്ത തൻ്റെ പുരോഗതിക്ക് വിഘാതമായി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഭൂമിയിലെ ഓരോ സൃഷ്ടിയും വ്യത്യസ്തമാണ്. ഓരോ ജീവിയും ഓരോ തരിമ്പും വ്യത്യസ്തമായാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന് ഒരു പരിധി വരെ മോചനം ലഭിക്കുന്നതാണ്. നേരത്തെ പ്രസംഗിച്ച ഫൈസൽ സാർ പറഞ്ഞ പോലെ ഒരു വിധത്തിൽ കോന്തൻ കോംപ്ലക്സ് ആണ് ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. തന്നെ ഒന്നിനും കൊള്ളില്ല എന്ന അമിത ചിന്ത അവൻ്റെ ആയുസ്സിനെയും വളർച്ചയെയും സാരമായി ബാധിക്കുന്നു. ഇത് എങ്ങനെയാണ് ഒരാളെ ബാധിക്കുന്നത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവൻ്റെ സമൂഹത്തിലുള്ള ഇടപെടാനുള്ള ഭയം, കൂടാതെ എസ്കേപ്പിസം, രക്ഷപ്പെടാനുള്ള ഒരു വ്യഗ്രത, പൊതുസമൂഹത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നതിനോ ഒരു പൊതുവേദിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോ കഴിയാതെ പിന്മാറൽ, ഇത്തരം പ്രയാസങ്ങൾ ഇത്തരക്കാർക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നത് പരിശോധിക്കണം. ഒരു പരിധിവരെ സ്വയം പരിശീലനം കൊണ്ട് തന്നെ നമുക്ക് അപകർഷതാബോധത്തിൽ നിന്നും മോചനം നേടാവുന്നതാണ്. അതായത് മനഃപൂർവമായ ഇടപെടലുകൾ. തനിക്ക് ഇത്തരം ഒരു പ്രശ്നം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് എന്നത് മനസ്സിലാക്കലാണ് ആദ്യപടി. അത് തരണം ചെയ്യുന്നതിന് വേണ്ടി തനിക്ക് എന്താണ് പ്രയാസം എന്നുള്ളത് മനസ്സിലാക്കി അതിന് ബോധപൂർവമായ ഒരു ഇടപെടൽ. തനിക്ക് ഒരു പൊതുവേദിയിൽ സംസാരിക്കാനുള്ള ശേഷി കുറവാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് അത് മറികടക്കാനുള്ള ബോധപൂർവമായ ഒരു ഇടപെടൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കുറയ്ക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും.
ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ സെമിനാറിൽ ഇനിയും പല പ്രമുഖരും സംസാരിക്കാനുണ്ട്. നമുക്കറിയാം, പ്രഗത്ഭനായ ജയകുമാർ സാറ്, അതുപോലെ തന്നെ അസർ സാർ എന്നിവരെല്ലാം ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മോട് സംവദിക്കും. ഈ പരിപാടിയിൽ എനിക്ക് അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു സബ്ജക്റ്റ് ഒന്നും പഠിക്കാതെയാണ് വന്നത്. എന്നാലും എനിക്ക് മുന്ന് പറഞ്ഞ അദ്ദേഹം പ്രഗത്ഭ രീതിയിൽ സംസാരിക്കുമെന്ന് ഇപ്പം ഈ യോഗത്തിൽ സംഭാവന ചെയ്യുകയുണ്ടായി. ഞാനിതൊന്നും ടച്ച് ചെയ്യാതെ വന്ന ഒരാളാണ്. ആദ്യത്തെ സ്റ്റെപ്പ് പടി കയറുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ 3-4 പേര് സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായത്, എന്നാൽ നല്ല രീതിയിൽ സബ്ജക്റ്റിനെ കുറിച്ച് നല്ല ഡീപ്പായ രീതിയിലാണ് ഇവരെല്ലാം സംസാരിച്ചത്. ആരും മോശക്കാരല്ല. ഇവിടെ പഠിതാക്കളായിട്ട് വന്നതാണോ എന്ന് വരെ ഞാൻ ഇവിടെ ഇരുന്ന് സംശയിച്ചു. അപ്പോൾ ആദ്യം പേര് ഞാൻ എല്ലാവരും ഓർക്കുന്നില്ല. ആദ്യം സംസാരിച്ച അദ്ദേഹം സ്കൂൾ അധ്യാപകനാണെന്ന് പറഞ്ഞു. അദ്ദേഹം നല്ല രീതിയിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് നല്ല ഡീപ്പായിട്ട് നല്ല ഇരുത്തം വന്ന ഒരു പ്രാസംഗികനായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കണക്ക് മൂസ ഹാജി സാർ, അദ്ദേഹം ഇനിയിപ്പം ഒരു ക്ലാസ്സിനും പോകണ്ട, അദ്ദേഹത്തിന് എവിടെ ഏത് സ്റ്റേജിലും എത്ര ലക്ഷക്കണക്കിന് ആൾ വന്നാലും സംസാരിക്കാനുള്ള ബോഡി ലാംഗ്വേജും സംസാര ശേഷിയെക്കുറിച്ചാണ് അദ്ദേഹം വാചാലമായത്. വളരെ സ്പ്രെഡ് ചെയ്ത് അദ്ദേഹം സംസാരിച്ചു. വളരെ ഇതായിട്ട് ഡീപ്പായിട്ട് സംസാരിച്ചു. അത് കണക്ക് ആദ്യം സംസാരിച്ച അദ്ദേഹം അധ്യാപകനാണ്. അദ്ദേഹം അത് തന്നെ സബ്ജക്റ്റിൽ സർഗാത്മകത ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് അതങ്ങോട്ട് ഉള്ളിൽ പതിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്പം കട്ടിയാണ്. സർഗാത്മകത എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ ഹോംവർക്ക് ചെയ്തെങ്കിൽ അത് പറയാൻ സാധിക്കും. അതും അദ്ദേഹം നല്ല രീതിയിൽ സംസാരിച്ചു. മറ്റേ ബാലകൃഷ്ണൻ സാർ സംസാരിച്ചത് അപകർഷതാബോധമാണ്. അപകർഷതാബോധത്തിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് ഒരുപാട് സംസാരിക്കാനുണ്ട്. അപകർഷതാബോധം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അപകർഷതാബോധം ഇല്ലാത്ത ആരും ലോകത്തില്ല. അപകർഷതാബോധം ഫൈസൽ സാർ പറഞ്ഞ കണക്ക് മഹാത്മാഗാന്ധി മുതൽ താഴെ അറ്റം നമ്മൾ വരെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇതാണ്. അത് എല്ലാവർക്കും ഉള്ള ജന്മനാ ഉള്ളതാണ്. അത് പിന്നെ പോളിഷ് ചെയ്ത് ഫൈസൽ സാറിൻ്റെ കണക്കൊക്കെ നിരന്തര പ്രയത്നം കൊണ്ടൊക്കെയാണ് അദ്ദേഹമൊക്കെ ഇന്നിപ്പോൾ ഈ ലെവലിലെത്തുന്നത്. അപ്പം നമ്മൾ ആ ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇനിയും എനിക്ക് തോന്നുന്നു നമ്മളെ കഴിഞ്ഞൊരു 25 വർഷമെങ്കിലും ഇതിൻ്റെ പുറകെ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തിരിയെങ്കിലും പോളിഷ് ചെയ്ത് നമ്മളെ സംസാര ശേഷി മറ്റുള്ളവർ കേൾക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർ നമ്മളെ കളിയാക്കാത്ത രീതിയിൽ നമ്മൾ ആ രംഗത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്യണം. എനിക്ക് നല്ലതായിട്ടറിയാം. എന്തുവായാലും ഞാനിത് വിടാൻ തീരുമാനിച്ചിട്ടില്ല. എന്തുവായാലും ഇപ്പം നമുക്ക് ട്രിവാൻഡ്രത്തു നിന്നാണ് അവിടെ നിന്ന് ഡെയിലി അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സിനും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. എനിക്ക് തന്നെ അറിയാം. എന്നാലും കഴിയുന്നതും ഇനിയിപ്പോൾ 28-29 സാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനും എത്താൻ നോക്കും. പിന്നെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. കൊല്ലത്തുള്ള ഒരു അരവിന്ദ്, അദ്ദേഹത്തിന് ഫോൺ മുഖാന്തരം സംസാരിച്ചു. അദ്ദേഹമായിട്ടിപ്പോൾ അടുപ്പമുണ്ട്. അദ്ദേഹം 1-2 മെസ്സേജൊക്കെ ഫൈസൽ സാറിന് ഇട്ടിട്ടുണ്ട്. സാറിന് നമ്മൾ കൊല്ലത്തോട്ട് 2 മാസം ഒരിക്കലെങ്കിലും കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആഗ്രഹം. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. സാറിന് പുറക്കോട്ട് എന്തുമായാലും നമ്മളെ പരിശ്രമം സാറ് കൈപിടിയില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കൊല്ലത്ത് 2 മാസമോ 3 മാസമോ ഒരിക്കൽ വന്ന് സാറിൻ്റെ ഒരു ക്ലാസ് കിട്ടാന്ന്. എഡ്രിക്കോട് എന്ന സ്ഥലത്താണ്, കോട്ടക്കലിനടുത്തുള്ള എഡ്രിക്കോട് എന്ന സ്ഥലത്താണ്. ഫർണിച്ചറിൻ്റെ ബിസിനസ്സാണ്. ഫർണിച്ചർ മീൻസ് നമ്മൾ ഇരിക്കുന്ന ഇത് ചെയർ, ഇതാ ഫൈബർ ചെയർ, അങ്ങനത്തെ ഫൈബറിൻ്റെ ഐറ്റംസാണ്. 3 കമ്പനിയാണ് ചെയ്യുന്നുള്ളത്. സെല്ലോ, ഹോൾമാർക്ക്, മൊഡേണ പറഞ്ഞ 3 കമ്പനി ചെയ്യുന്നുണ്ട്. അതിൻ്റെ മലപ്പുറം ജില്ലയിലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അതെ, അത് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ഇപ്പോൾ ടീച്ചറാണല്ലോ, നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ പ്രയാസമാവും. പക്ഷേ എനിക്കൊരു ടീച്ചറാകാനും പറ്റൂല. അവനവർക്ക് ഓരോ ഇത് ഉണ്ട്, അതിലേ പോകുള്ളൂ. ഒരു കലയാണ്. നമ്മളെ ഈ പ്രസംഗം പോലെ തന്നെയാണ് ബിസിനസ് ഒരു കലയാണ്, താല്പര്യമാണ്. ചോദിച്ചൂടെ?
ബിസിനസ് അല്ലാതെ ക്രിക്കറ്റ് ഫുട്ബോൾ അതായത് കളിനോട് താല്പര്യമാണ്. രണ്ടോ ആ പറഞ്ഞു വേറെന്ത് വേണോ? ആ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ പുറത്തു പോയിട്ട് പഠിക്കാൻ അധികം താല്പര്യപ്പെടുന്നു. അതെ, പുറത്തു പോയി പഠിക്കാൻ മാത്രമല്ല അവിടെ സെറ്റിൽ ആവാൻ. അതൊക്കെ ഇന്ത്യ വേണ്ട, ഒക്കെ അതെ. അത് ശരിയാണോ? എന്താണ് അതിന് കാരണം? ഒന്നത്. അതെ ചോദ്യം, ഇപ്പൊ പൊതുവെ ഈ കല്യാണം ശരിയാവാനൊക്കെ പ്രത്യേകിച്ച് പെണ്ണിനെ കിട്ടാൻ വലിയ പ്രയാസം. അത് ശരിയാണ്. ഈ രണ്ട് ചോദ്യങ്ങൾ. മോൻ കല്യാണം നോക്കണ്ടല്ലേ? ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു പുറത്ത് പോയി പഠിക്കുന്നത്. പുറത്ത് പോയി പഠിക്കുന്ന നമ്മളെ ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു ഒന്നാമത് കോസ്റ്റ്, പഠിക്കാനുള്ളൊരു കോസ്റ്റ് ഭയങ്കരമാണല്ലോ ഇപ്പോൾ. അതാണ് ഒന്നാമത്തെ ഇത് എനിക്കായി തോന്നുന്നത്. പിന്നെ ഇവിടെ ചീറ്റ് കിട്ടാനുള്ളൊരു പ്രയാസം അത്ര. പിന്നെ പെണ്ണിനെ കിട്ടാത്തത്. കുട്ടികളിപ്പോൾ നമുക്കറിയാം പെൺകുട്ടികളൊക്കെ ഇപ്പോൾ പഠിക്കുകയാണ്. മുമ്പത്തേരില്ല. മുമ്പ് തന്നെ ഒരു SLC അല്ലെങ്കിൽ +2 അത് കഴിഞ്ഞാൽ കുട്ടികളെ കെട്ടിച്ചു വിടല്ലേ. ഇപ്പോൾ ഒന്നാമത് നമ്മളെ സർക്കാർ ഇപ്പോൾ 18 വയസ്സ് കിട്ടും. 18 വയസ്സായ കുട്ടികൾ പഠിക്കണം, ഇപ്പോൾ പഠിക്കൽ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞൊരു സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റെപ്പ് നോക്കണം. അപ്പോൾ പഠിച്ചിട്ട് കഴിഞ്ഞിട്ട് മതി എന്നുള്ള ഇതിലാണ് ഇപ്പോൾ പെൺകുട്ടികളെ ഒരു കാഴ്ചപ്പാട്. അതാണിപ്പോൾ ഒരു കല്യാണം കുട്ടികളെ കിട്ടാത്തൊരു കാരണം എനിക്ക് തോന്നിട്ടാ. എല്ലാം എന്താ അറിയില്ല. ഷോപ്പിന്റെ പേര്, ഫോൺ നമ്പർ. അല്ല, ബിസിനസ് നടക്കുമല്ലോ. ഷോപ്പിന്റെ പേര് നമ്മൾ എഡ്രിക്കോട് ജംഗ്ഷനിൽ തന്നെയാണ്. മുസാഖാന്റെ വീട് ഇവിടെ മലപ്പുറത്താണ്. അപ്പോൾ നമ്മൾ കോട്ടക്കൽ വഴിക്ക് വരുമ്പോൾ എഡ്രിക്കോട് എന്ന സ്ഥലത്ത് ഫർണിച്ചർ വേൾഡ് ആണ് ഷോപ്പിന്റെ പേര്. 99 95 58 10 28 എൻ്റെ ഫോൺ നമ്പറാണ്. അവിടെ വരുന്ന ബോർഡ് മാത്രമേ കാണാം. ഉണ്ടാവും. മുസാഖ ഫർണിച്ചർ ഇല്ല, നമ്മൾ ഞാൻ പറഞ്ഞു ഫൈബറിൻ്റെ ഐറ്റംസേ ഉള്ളൂ. വേണ്ട, ആ ഐറ്റംസേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ റേറ്റ് എടുക്കാം. ഞാൻ ബിസിനസ്മാനായിട്ട് വന്നല്ല, ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞ ഒരാളാണ്. അത് കഴിഞ്ഞു, അതിൻ്റെ കുറേ പരിപാടി നടത്തിയിരുന്നു. അതിന് ഞാൻ ഫീൽഡിൽ നിന്ന് വിട്ടു. പിന്നെ ഒരു സ്റ്റാഫായിട്ട് കയറുകയാണെന്ന് ഫർണിച്ചർ കടയിൽ. അങ്ങനെ അന്ന് ഈ ഹോൾസെയിൽ കട അല്ലായിരുന്നു. പിന്നെ നമ്മൾ പാർട്ണർഷിപ്പ് കൂടി. അങ്ങനെ പിന്നെ ഹോൾസെയിലേക്ക് ഇങ്ങനെ എൻ്റെ ബിസിനസ്സൊക്കെ തിരിഞ്ഞതാണ്. ആ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് എൻ്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞ ശേഷം തുടങ്ങിയിട്ടുണ്ട്, പഠിച്ചതുണ്ട്. ഫൈബറിന്റെ ചെയറുകളുടെ അതെ അതെ.